ജൂലൈ 15-ാം തീയതി രാവിലെ 6 മണിയുടെ ഒരു വിഷ്വലാണ് കേട്ടോ ഇത്. ഭയങ്കര തണുപ്പായിരുന്നു. എനിക്ക് അപ്പുറത്തെ സൈഡ് ഒന്നും കാണാൻ വയ്യ. നമ്മുടെ ഫോണിന്റെ ക്യാമറയ്ക്കകത്തൂടെ മാത്രമാണ് ഇത്രയെങ്കിലും ക്ലാരിറ്റി കിട്ടുന്നത്. മറ്റേത് നമുക്ക് ഒന്നും കാണാൻ വയ്യായിരുന്നു കേട്ടോ. അടിപൊളി തണുപ്പുമായിരുന്നു. നല്ല കോട. പിന്നെ വിഷ്വൽ ഒന്ന് ക്ലിയർ ആയ സമയത്ത് ഞാൻ എടുത്ത ഒരു വിഷ്വലാണ് കേട്ടോ. അതുകൊണ്ട് ആ അരുവിയിൽ പോണം എന്നും പറഞ്ഞിട്ടുള്ള കുഞ്ഞിപ്പെണ്ണിന്റെ ഒരു കരച്ചില് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ഞാൻ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് പോവാന്ന് എന്തിനാ പറഞ്ഞിട്ട് കരയുന്നേ? പുള്ളിക്കാരിക്ക് പോണം, ആ വെള്ളത്തിൽ പോയി കൊച്ചുബേബി ചാടണമെന്നും എന്തിനാ പറഞ്ഞിട്ട് കരയുന്നേ? ഭയങ്കര പ്രശ്നമായിരുന്നു കേട്ടോ. അങ്ങനെ അതിന്റെ ചേട്ടൻ നമ്മള് സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വാട്ടർഫോൾസിൽ പോവല്ലോ. ഫുഡ് കഴിച്ചിട്ടേ പോകത്തുള്ളൂ. ഫുഡ് കഴിച്ചിട്ട് നമ്മള് പോവും. അമ്മയുടെ പൊന്നുവാ. വാ അമ്മയുടെ പൊന്നുവാ. വാടാ. വാടാ. ഉച്ചയായി അല്ലേ? നോക്കി ഇവിടുത്തെ ക്ലൈമറ്റ് നിങ്ങളൊന്ന് നോക്കിയേ. ഒന്നും അപ്പുറത്തെ ഒന്നും കാണാൻ പോലും നമുക്ക് പറ്റുന്നില്ല. അയ്യോ ഇതെന്തുവാ ഇത്, കൂടി കൂടി വരുന്നു. ഇവിടെ ഞങ്ങക്ക് വീട്ടിൽ പോകണ്ട, വീട്ടിൽ പോണ്ടല്ലേ അണ്ണാ? ഇവിടെ കുക്കായിട്ട് ജോലി എടുക്കുമെന്ന് പറയുന്നത്. നമുക്ക് ഒന്നും കാണാൻ വയ്യ. ഒന്നും കാണാനില്ലേ നമുക്ക്. ഭയങ്കര തിലവി മഞ്ഞ് തിന്നു കേട്ടോ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ തീരെ ഒന്നും കാണാനില്ല. അതെ, ഒരൊറ്റ കാര്യം പറയാം, വേറെ ഒരു ആക്ടിവിറ്റീസും ഇല്ലെങ്കിലും വേണ്ടിയില്ല, ഇവിടെ വന്ന് നിങ്ങൾ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കത്തുള്ളൂ. കാരണം ഈ ഒരു വ്യൂവും ഈ ഒരു വൈബും മറ്റെവിടെയും കിട്ടത്തില്ല. ലഞ്ചൊക്കെ കഴിച്ചതിന് ശേഷം എല്ലാവരും ഒന്ന് ഉറങ്ങി കേട്ടോ. ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും നമുക്ക് ചായയും അതുപോലെ തന്നെ നല്ല ചൂട് പക്കാവടയും വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എല്ലാവരും കാര്യമൊക്കെ പറഞ്ഞിരുന്നു. നമ്മുടെ ഈവനിങ് ടൈം ആയപ്പോഴത്തേക്കും നമ്മൾ ഗ്രില്ല് ചെയ്യാനായിട്ട് തുടങ്ങി കേട്ടോ. നല്ല അടിപൊളി മണമൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നല്ല ചാറ്റൽ മഴയും കുഞ്ഞു കുഞ്ഞു ചാറ്റൽ മഴയും ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ തന്നെ അടിപൊളി തണുപ്പുമായിരുന്നു. അങ്ങനെ നമ്മൾ തന്നെ ഗ്രില്ല് ലെഗ് ചെയ്യാനായിട്ട് പീസ് തുടങ്ങി. ലെഗ് വേണമെന്ന് പറഞ്ഞിട്ട് പീസുകാർ എല്ലാവരും എല്ലാരും വന്നിട്ടുണ്ട്. വന്നിട്ടുണ്ട്. ആകെ 4 ലെഗ് പീസ് ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് എല്ലാവർക്കും അവനുകൊണ്ട് വേണ്ടിയിട്ടുള്ള ലെഗ് പീസ് ഒക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ആ ഒരു വൈബ് ഒരു രക്ഷയില്ല കേട്ടോ. രാത്രിയിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും ഫുഡെല്ലാം കഴിച്ചു. വേറെ വിഷ്വൽസ് ഒന്നും എടുത്തില്ല. പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടെ കുറേ നേരം ഇരുന്ന് സംസാരിച്ചു. എന്നിട്ട് കയറി കിടന്ന് ഉറങ്ങി. വെളുപ്പിനെയായി ഉറങ്ങിയപ്പോഴത്തേക്കും ഇങ്ങനെ രാവിലെ വേണ്ട വീണ്ടും എഴുന്നേറ്റ് നമ്മൾ ഇനി പോകാൻ, നമ്മളുടെ ചെക്കൗട്ടിങ് ഡേ ആണ് ഇന്ന്. അപ്പൊ ഇന്ന് വലിയ കോടയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റപ്പോൾ ഉള്ള വിഷ്വലാണിത്. ഇന്ന് വലിയ കോടയൊന്നുമില്ല. അത്യാവശ്യം മിനിമം ആയിട്ടുള്ള കോട മാത്രമേ ഉള്ളായിരുന്നു. അപ്പൊ അങ്ങനെ നമ്മളെല്ലാവരും ഞങ്ങളെ റെഡി റെഡി ആവാൻ വേണ്ടിയിട്ട് ആയിട്ടിരിക്കുക കേട്ടോ. പോവാണ്. ഇപ്പോൾ മക്കളെ എല്ലാവരും 9:15 ഉള്ളൂ. റെഡി ആക്കണം. നമ്മള് ചെക്കൗട്ട് എങ്ങാണ്ട് 11 മണിയാണെന്ന് തോന്നുന്നു. പക്ഷെ ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങാന്ന് വിചാരിച്ചു. കാരണം വേറെ സ്ഥലങ്ങളൊക്കെ കാണാമല്ലോ, പിള്ളേരെയും കൊണ്ട് അവിടെ ഇവിടെയൊക്കെ പോവാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി നേരത്തെ ഇറങ്ങാനായിട്ട് ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നമ്മുടെ ഈ ഒരു കോട്ടേജിൻ്റെ ഫ്രണ്ടിൽ കണ്ട പുതിയത് കൺസ്ട്രക്ട് ചെയ്തുകൊണ്ടിരിക്കുക കണ്ടോ. നമുക്ക് വേറെ ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം അത് തന്നെ കോട്ടേജസും ഒക്കെയാണ്. അത് നമ്മുടെ ഇവിടുത്തെ ഫ്രണ്ടിലത്തെ വ്യൂ ആണ് കേട്ടോ. ദൂരെയൊക്കെ കണ്ട സൂപ്പറാണ് കേട്ടോ. ഇവിടെ രക്ഷയില്ല. ഇപ്പം നമുക്ക് തണുപ്പൊന്നുമില്ല. നാട്ടിൽ കിട്ടും നല്ല ത്രില്ലോ വരുന്നു. ഫോട്ടോ സെക്ഷൻ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. സെറ്റ് ചെയ്യുക. സമയം 10:43 ആയതേ ഉള്ളൂ